Good afternoon, Miss. Good afternoon, all of you. How Mark are your you, Miss? attendance. Okay, all of you mark the attendance. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരാണ് മുമ്പൻ എന്ന പാഠഭാഗം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതിന്റെ പദപരിചയം, നെക്സ്റ്റ് ഉത്തരം കണ്ടെത്തുക, ക്രമം ശരിയാക്കി എഴുതാം, അതുവരെ പറഞ്ഞു അല്ലേ മക്കളെ? യെസ്, ഓക്കെ. അപ്പൊ അതിന്റെ ബാക്കി നമുക്ക് പറയാം. അപ്പൊ ക്രമം ശരിയാക്കി എഴുതുക എന്നുള്ളതിൽ ഫസ്റ്റ് വൺ, നായയുടെ ആയിരുന്നു പ്രസംഗം അടുത്തത് നായയുടെ പ്രസംഗമായിരുന്നു എന്നാണ് അല്ലെ? അത് അതിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, യോഗം അനുവാദത്തോടെ എല്ലാവരുടെയും ആരംഭിച്ചു അല്ലെ? ഇത്രയും വേർഡ്സുകൾ തന്നിട്ടുണ്ട്. എങ്ങനെയല്ലോ എവിടെയൊക്കെയോ ആണ് തന്നിട്ടുള്ളത് അല്ലെ? അതെന്ത് ചെയ്യണം? ശരിയായ ഒരു വാക്യാക്കണം. നമുക്ക് എന്താ ചെയ്യണ്ടേ? അത് നമ്മൾ പറഞ്ഞോ? Yes, Miss. ഓക്കെ, എന്താണ് പറയണ്ടേ? എല്ലാവരുടെയും അനുവാദത്തോടെ യോഗം ആരംഭിച്ചു അല്ലെ? എല്ലാവരുടെയും എല്ലാവരുടെയും ഒന്ന് എഴുതി, എന്നിട്ട് അനുവാദത്തോടെ രണ്ട് എഴുതി. ഓക്കെ, അങ്ങനെ എഴുതിയാലും മതി. എല്ലാവരുടെയും ഒന്നാമത്തത്, അനുവാദത്തോടെ രണ്ട് ഇടുക. അടുത്ത നീ നോക്കിയൊക്കെ, ക്ഷണിച്ചു പ്രസംഗിക്കാൻ കഴുതയെ അധ്യക്ഷൻ മിസ്, പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 20. All of you take your textbook, page number 20. ഇവിടെ മഴ ഒന്നും കേൾക്കുന്നില്ല. സാമുവലേ, പേജ് നമ്പർ 20. ഓക്കെ, അപ്പൊ അതില് നമ്മൾ ഒന്നാമത്തത് അവിടെ എക്സാമ്പിളുണ്ട്, രണ്ടാമത്തെയാണ് ഇപ്പൊ മിസ് പറയുന്നത്. എന്ത്? എല്ലാവരുടെയും അനുവാദത്തോടെ യോഗം ആരംഭിച്ചു എന്നാണ് എഴുതേണ്ടത്. ശരിയാക്കി എഴുതുന്ന നോട്ടിലേക്ക് നിങ്ങൾ പകർത്തി എഴുതുമ്പോ എന്ത് ചെയ്യണം? പ്രസംഗിക്കാൻ അടുത്തത് എന്താണ്? അധ്യക്ഷൻ കഴുതയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. അപ്പൊ ആദ്യത്തത് അധ്യക്ഷൻ, ഒന്നാമത്തത് കഴുതയെ, രണ്ടാമത്തത് പ്രസംഗിക്കാൻ, മൂന്നാമത്തത് ക്ഷണിച്ചു, നാലാമത്തത്. അങ്ങനെ ഇങ്ങോട്ടാണ് അല്ലെ ഓർഡർ അല്ലേ? തെറ്റി എങ്ങനെയോ ഉള്ളതല്ല. എങ്ങനെയാന്ന് വെച്ചാല് ലാസ്റ്റ് ആദ്യം അങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി നാലാമത്തത് ചൊല്ലുകൾ എഴുതാം. ഒന്നും കൂടി ഒന്ന് പറയുവോ? ഒന്നും കൂടി പറയാം. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? ഒന്ന് മ്യൂട്ട് ചെയ്യണോ ഞാൻ എല്ലാവരെയും? ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതില് മൂന്നാമത്തെ ആക്ടിവിറ്റീസ് 3. മറ്റേത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. മൂന്നാമത്തെയാണ് ഇപ്പൊ മിസ് പറയുന്നത്. ക്രമം ശരിയാക്കി എഴുതുക അല്ലെ? എങ്ങനെയല്ലോ ആണ് ക്രമം? ക്രമത്തിലല്ല ഉള്ളത്, തെറ്റിയിട്ടാണ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. നായയുടെ ആയിരുന്നു പ്രസംഗം അടുത്തത്. ഒരു നല്ലൊരു വാക്യമല്ല അല്ലേ? അത് ക്രമം തെറ്റിയിട്ടാണുള്ളത്. അത് നമ്മൾ ശരിയാക്കുമ്പോൾ എന്താണ്? അത് അവിടെ തന്നിട്ടുണ്ട്. അടുത്തത് നായയുടെ പ്രസംഗം ആയിരുന്നു അല്ലെ? അപ്പൊ അതുപോലെ നമ്മൾ രണ്ടാമത്തെ എന്താ പറഞ്ഞത്? എല്ലാവരുടെയും അനുവാദത്തോടെ യോഗം ആരംഭിച്ചു അല്ലെ? ക്രമം തെറ്റിയിട്ടാണ് അവിടെ ഉള്ളത്. അത് നമ്മൾ ശരിയാക്കി. നെക്സ്റ്റ് തേർഡ് വൺ എന്താണ്? ക്ഷണിച്ചു പ്രസംഗിക്കാൻ കഴുതയെ അധ്യക്ഷൻ അല്ലെ? അപ്പൊ എങ്ങനെയാ ശരിയാക്കേണ്ടത്? അധ്യക്ഷൻ കഴുതയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. അപ്പൊ അധ്യക്ഷൻ എന്നുള്ളത് ഒന്നാമത് 1 നടുക, കഴുതയെ എന്നുള്ളത് 2 നടുക മുകളില്. നെക്സ്റ്റ് പ്രസംഗിക്കാൻ 3, ക്ഷണിച്ചു 4. ഓക്കെ അല്ലേ? ഓക്കെ, ഇതുവരെ എഴുതിയോ മക്കളെ? ഇട്ട് വെച്ചോ? നിങ്ങൾ നോട്ടിലേക്ക് ഇതെടുത്ത് എഴുതണം കേട്ടോ. ഇപ്പം മാർക്ക് ചെയ്ത് അവിടെ വെക്കുക, നമ്പർ ഇട്ടിട്ട്. നെക്സ്റ്റ് നാലാമത്തത് എന്താണ്? ചൊല്ലുകൾ എഴുതാം
അല്ലെ? എന്താ നമ്മൾ എഴുതേണ്ടത്? ചൊല്ലുകൾ എഴുതണം. അപ്പൊ അവിടെ നമുക്ക് അതിനും എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്ത്? ആനയെ പറ്റിയുള്ള ഒരു 2 ചൊല്ലുകൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെ? ഒന്ന് ഞാൻ വായിക്കാം, ശ്രദ്ധിക്കുക. ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടുമോ? അല്ലെ? അതൊരു ചൊല്ലാണ്. നെക്സ്റ്റ് എന്താ? അടി തെറ്റിയാൽ ആനയും വീഴും. അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? അടി തെറ്റിയാൽ ആനയും വീഴും. അങ്ങനെ 2 ചൊല്ലുകൾ, പഴഞ്ചൊല്ലുകൾ അവിടെയുണ്ട്. നെക്സ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞവര്? ഇതുപോലെ നായ, പൂച്ച എന്നീ മൃഗങ്ങളെ കുറിച്ച് 2 വീതം ചൊല്ലുകൾ എഴുതുക. 2 ചൊല്ലുകൾ എഴുതണം ഒന്നിനെ കുറിച്ച്. അപ്പൊ നമുക്ക് ആദ്യം ഏതാ? നായയെ പറ്റി എഴുതാം. എന്താണ്? ആർക്കെങ്കിലും അറിയോ നായയെ പറ്റി? ഇല്ല. നായ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? നായ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ അല്ലേ? നെക്സ്റ്റ് എന്താ? അടുത്തത് ഒന്നും കൂടെ വേണ്ടേ? നായ നടന്നാൽ കാര്യമില്ല. പിന്നെയോ? നായക്കിരിക്കാനൊട്ട് നേരവുമില്ല. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അമ്മമാരെല്ലാം വീട്ടിൽ നിന്ന് പറയുന്നുണ്ടാവും, എന്ത്? നായ നടന്നാ കാര്യവുമില്ല, നായക്കൊട്ടിരിക്കാനും നേരമില്ല. അതിന്റെ അർത്ഥം എന്താ? എല്ലാറ്റിനും ഞാൻ വേണം, പക്ഷെ എന്നെ കൊണ്ടൊരു ആർക്കും ആവശ്യമില്ല. ഇപ്പൊ വീടുകളിലെ അമ്മമാർക്ക് എപ്പോഴും പണിയായിരിക്കും, അപ്പൊ ഒന്ന് റെസ്റ്റ് കിട്ടില്ല. അപ്പൊ പറയുന്ന എന്ത്? നായ നടന്നാ കാര്യമില്ല, നായക്കൊട്ടിരിക്കാൻ സമയമില്ല. അതേപോലെ പറയാറുണ്ട് പഴഞ്ചൊല്ലുകൾ കേട്ടോ. അപ്പൊ 2 എണ്ണം, ഒന്ന് നായയെ പറ്റിയുള്ള 2 എണ്ണം നമുക്ക് എഴുതാം. ഇപ്പൊ എവിടെ എഴുതുക? അവിടെ സ്ഥലമുണ്ടോ? അല്ലെങ്കിൽ നോട്ടിലേക്ക് എഴുതി വെച്ചോ. നോട്ടിൽ നിങ്ങൾ ഇതുവരെയുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതുവരെയുള്ള പാഠം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ടോ? എന്താണ് ജോയലേ, ചെയ്തിട്ടുണ്ടോ? മിസ്, ഈ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ അല്ലാതെ ബാക്കിയെല്ലാം എഴുതിയിട്ടുണ്ട്. ബാക്കിയെല്ലാം എഴുതിയിട്ടുണ്ടല്ലേ? അപ്പൊ ഇതിന്റെ അർത്ഥം എഴുതിയിട്ടുണ്ടായിരുന്നു അന്ന്? നമ്മൾ അന്നേ അർത്ഥവും ക്വസ്റ്റ്യൻ ആൻസർ പിന്നെ മിസ് എഴുതി തന്നില്ല. അർത്ഥം നോക്കി എഴുതിയോ നോട്ടിലേക്ക്? ആരെങ്കിലും എഴുതിയോ? യെസ്, അജിസൽ എഴുതിയോ? വെരി ഗുഡ്. ഓക്കെ. അപ്പോ എന്താ എഴുതണ്ടെന്ന് അറിയോ? ഞാൻ ഇവിടെ എഴുതരാം. നായയെ പറ്റിയുള്ള 2 പഴഞ്ചൊല്ലുകൾ. ആനയെ പറ്റി നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. കേൾക്കുന്നില്ലേ മക്കളെ? ഓക്കെ. ഒന്നാമത്തത്,
ഓക്കെ. നായ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ. ഒന്നാമത്തെ പഴഞ്ചൊല്ല്. നെക്സ്റ്റ് എന്താണ് അടുത്തത്? എഴുതിയോ അത്? അടുത്തത് എഴുതട്ടെ. നായ നടന്നാൽ കാര്യവുമില്ല, വായിക്കാൻ പറ്റുന്നില്ലേ മക്കളെ? നായ നടന്നാൽ കാര്യവുമില്ല, നായക്കിരിക്കാൻ നേരവുമില്ല. എഴുതിയോ? ഇതുവരെ എഴുതിയോ? സാമുവൽ എഴുതുന്നില്ലേ? എവിടെ? കാണുന്നില്ലല്ലോ എഴുതുന്നത്. വേഗം എഴുതിയെടുക്ക്. നായ നടന്നാൽ കാര്യവുമില്ല, നായക്കിരിക്കാൻ അടുത്ത് എഴുതണമെങ്കിൽ സ്ഥലമില്ല. നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞാലേ ആവും. നേരവുമില്ല എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ മേലെ എഴുതുന്നുണ്ടേ, ഓക്കെ. എഴുതിയേ, വേഗം എഴുതിയേ എല്ലാവരും. രണ്ടെണ്ണം നായയെ പറ്റിയുള്ള പഴഞ്ചൊല്ല്. ആനയെ പറ്റി രണ്ടെണ്ണം തന്നിട്ടുണ്ട് ഇവിടെ. നെക്സ്റ്റ് ഇനി പൂച്ചയെ കുറിച്ചുള്ള രണ്ടെണ്ണാണ് നമുക്ക് എഴുതേണ്ടത്. സിദ്ധാന്തം കഴിഞ്ഞോ? യെസ്. ആൻജോ ജോസഫ്. ഓക്കെ, എഴുതി കഴിഞ്ഞോ? അപ്പൊ എല്ലാരും എഴുതി കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞോ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഷഹുമ കെ വീഡിയോ ഓണല്ലല്ലോ മോളെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പറയട്ടെ. പൂച്ചയുടേത് എന്താണ് അറിയോ? ആർക്കെങ്കിലും അറിയെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് തരാം പറയാൻ. അറിയോ? എന്താ പൂച്ചയെ പറ്റിയുള്ളത്? ഒന്നും അറിയില്ല. പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം? കേട്ടിട്ടുണ്ടോ നിങ്ങള്?
പൂച്ചയ്ക്ക് പൊന്നിരിക്കുന്നിടത്ത് എന്താ കാര്യം? ഒന്ന് എഴുതാം. മിസ് പേജ് നമ്പറാ, പേജ് നമ്പറിൽ 20. എന്താണ് ജോയലെ, എവിടെയാണ് 20? നമ്മളെ അതില് മിസ് എഴുതി തരുന്നതാണ് ഇത്, അതതിലില്ല കേട്ടോ. അപ്പൊ ഒന്ന് ഇത് കളയുന്നേ, ഫിനിഷല്ലേ എല്ലാവർക്കും? ഇനി പൂച്ചയെ പറ്റിയുള്ളതാണ് എഴുതുന്നത്. ഒന്ന് ഓക്കെ. ഒന്നാമത്തെ, പൂച്ചയ്ക്ക് പൊന്നിരിക്കുന്നിടത്ത് എന്താ കാര്യം? നെക്സ്റ്റ് എന്താണെന്ന് അറിയോ? രണ്ടാമത്തത്, പൂച്ച വീണാൽ 4 കാലിൽ. ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല പറയുന്നത് ഉണ്ടോ? ഓക്കെ. പൂച്ച വീണാൽ 4 കാലിൽ. അപ്പൊ ഏതൊക്കെ ആരുടെയൊക്കെ പഴഞ്ചൊല്ല് പഠിച്ചു ഇപ്പൊ നമ്മള്? ആനയുടെ ഒന്നെന്താ? ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കിട്ടുമോ? 2, അടി തെറ്റിയാൽ ആനയും വീഴും. ഇനി പൂച്ച, ആദ്യം നമ്മൾ നായയുടേത് എഴുതിയത്. നായ നടുക്കടൽ ചെന്നാലും നക്കിയേ കുടിക്കൂ. രണ്ടാമത്തെ എന്ത്? നായ നടന്നാൽ കാര്യവുമില്ല, നായക്കിരിക്കാൻ നേരവുമില്ല. അടുത്തത് പൂച്ചയുടേത്. 1, പൂച്ചയ്ക്ക് പൊന്നിരിക്കുന്നിടത്ത് എന്താ കാര്യം? രണ്ടാമത്തത്, പൂച്ച വീണാൽ 4 കാലിൽ. ഓക്കെ, ഇത്ര വരെ എഴുതിയോ? അടുത്തത്, ഇത് ഫിനിഷ് ആയോ മക്കളെ? ഷസിന് എഴുതി അല്ലേ? എഴുതി കഴിഞ്ഞോ മക്കളെ? ഓക്കെ.
അപ്പൊ നെക്സ്റ്റ് പേജ് എന്താ നോക്കാം നമുക്ക് അടുത്തത്. അതായത് 21, പേജ് നമ്പർ 21 മാതൃക പോലെ നിർ ചേർന്ന് വരുന്ന എതിർ പദങ്ങൾ എഴുതാം അല്ലെ. എന്താണ് നോക്കിയേ? ഭയം, നിർഭയം. അപ്പൊ അടുത്ത ദോഷം എന്താ വരുക? എന്താണ് സെൽന? നിർദോഷം. നിർദോഷം. അടുത്ത എന്താ വരുക ഷഹ്മാവി? ഷഹ്മ? വികാരം, നിർവികാരം. വെരി ഗുഡ്, നിർവികാരം. നെക്സ്റ്റ് അടുത്ത എന്താ വരുക എഡ്വിൻ തോമസ്? ഗുണം. എന്താണ്? നിർ ചേർത്ത് വരുന്ന പദങ്ങൾ ആയതുണ്ട്. അപ്പൊ ഒന്ന് ഭയം, നിർഭയം, ദോഷം, നിർദോഷം, വികാരം, നിർവികാരം, ഗുണം. എന്താ വരുക മോനെ? ജോന എന്താണ്? നിർഗുണം. വെരി ഗുഡ്, നിർഗുണം. ഓക്കെ, നിർഗുണം. അപ്പൊ എഴുതിക്കോ, നിർ ചേർത്തിട്ട് അതൊക്കെ എഴുതിക്കോ. അപ്പൊ ഭയം, നിർഭയം അവിടെ ഉണ്ട്. നെക്സ്റ്റ് ദോഷം, നിർദോഷം. എഴുതിയോ? റിലുവാബിത എന്റെ കിടക്കുന്ന വേഗം എഴുത്. എഴുതിയോ? നെക്സ്റ്റ് നിർവികാരം. വികാരം എന്നുള്ളതിന് നേരെ എന്ത് എഴുതണം? നിർവികാരം. നിർ അവിടെ ഉണ്ട് കേട്ടോ, ഞാൻ എഴുതാൻ അറിയില്ലെങ്കിൽ പറയണേ. അടുത്തത് ഗുണം, നിർഗുണം. എഴുതിയോ ടോഷിൻ? എഴുതിയ മക്കളെ? എഴുതിത്തരണമെങ്കിൽ പറയണേ. എന്താണ് സെൽന? എഴുതിക്കോ. ഇതും നോട്ടിലേക്ക് പകർത്തി എഴുതിക്കോ. ഭയം, നിർഭയം, ദോഷം, നിർദോഷം, വികാരം, നിർവികാരം, ഗുണം, നിർഗുണം. ഹൈഫണിട്ട് എഴുതുക. കഴിഞ്ഞത് യെസ്. ഓക്കെ, ഇനി ആറാമത്തത് മൃഗങ്ങൾ. എറിക് ആന്റണിയോ കഴിഞ്ഞോ മോനെ? കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ എല്ലാവർക്കും? നെക്സ്റ്റ് ആറാമത്തത് അല്ലെ, മൃഗങ്ങളിലെ ആണിനും പെണ്ണിനും പറയുന്ന പേരുകൾ കണ്ടെത്തി എഴുതാം. കൊമ്പനാന, പിടിയാന. അപ്പൊ പോത്ത് എന്താണ് അതിന്റെ പെണ്ണിന് പറയുന്നത്? കൊമ്പനാന, പിടിയാന. അപ്പൊ പോത്തിന് ഇതോ സിദ്ധാന്ത് കൈപ്പൊക്കുന്നുണ്ട്. എന്താ സിദ്ധാന്ത്? പറഞ്ഞോ മോനെ. എരുമ. വെരി ഗുഡ്, എരുമ. പോത്തിന്റെ എന്താ എഴുതേണ്ട? നേരെ എരുമ. എഴുതിക്കോ. എഴുതാൻ അറിയില്ലേ? യെസ്, എരുമ. അത്രേ ഉള്ളൂ, എഴുതിക്കോ. പോത്ത്, അതിന് നേരെ ഒരു ഹൈഫൺ എരുമ. നെക്സ്റ്റ് കാള എന്നാണ് അടുത്തത്. എന്താ ഇതിന്റെ മക്കളെ? ആർക്കറിയാം? പശു. വെരി ഗുഡ്, പശു. കാള, പശു. പശു എഴുതാൻ അറിയോ? എഴുതിക്കോ. ഇതെല്ലാം കുഞ്ഞു മക്കൾക്ക് വരെ എഴുതി കൊടുക്കണ്ട അല്ലേ? നെക്സ്റ്റ് വൺ സിംഹം. എന്താണെന്നറിയോ? സിംഹത്തിന്റെ പെണ്ണിന് പറയുന്ന പേര്? കടുവ. സിംഹി. കടുവ എന്ന് എഴുതിയാലും മതി, സിംഹി എന്ന് എഴുതിയാൽ മതി. നമുക്ക് സിംഹി എഴുതാം അല്ലേ?
സിംഹം സിംഹം നല്ല ചേരുന്നുണ്ട് അല്ലേ? ഒരു വള്ളിയിടുക വേണ്ടോ? എഴുത്തരണോ? വേണ്ട. അപ്പോ എന്തൊക്കെയാണ്? സിംഹം, കടുവ എഴുതിയാലും മതി കേട്ടോ, രണ്ടും കണക്കാണ് കേട്ടോ. സിംഹം സിംഹി. ഓക്കെ, അപ്പൊ ഒന്നുകൂടി വായിക്കാതെ, മൃഗങ്ങളിലെ ആണിനും പെണ്ണിനും പറയുന്ന പേര് എന്ന് പറഞ്ഞിട്ടുള്ളത് താഴെയുള്ളത്. ഒന്നാമത്തത് കൊമ്പനാന, പിടിയാന, പോത്ത്, എരുമ, കാള, പശു, സിംഹം, സിംഹി. ഓക്കെ, ഏഴാമത്തത് സെവൻത് ആക്ടിവിറ്റി എന്താ? കാട്ടുമൃഗങ്ങളെയും വീട്ടുമൃഗങ്ങളെയും വേർതിരിച്ച് എഴുതാം. അപ്പൊ അത് താഴെ തന്നിരിക്കുന്നവയില് നമ്മ എന്ത് എഴുതണം? കാട്ടുമൃഗങ്ങളെയും വീട്ടുമൃഗങ്ങളെയും തരംതിരിച്ച് എഴുതണം. എന്ന് എഴുതിക്കോ. റെഡിയല്ലേ? 3, 3, 3, 3 2 അങ്ങനെ മൃഗങ്ങൾ തന്നിട്ടുണ്ട്. അതിലേതാണ് കാട്ടുമൃഗങ്ങള്, ഏതാണ് വീട്ടുമൃഗങ്ങള്? അത് മിസ് പറഞ്ഞു തരാണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണേ, മറന്നു പോകരുത്. അപ്പൊ പൂച്ച, ആന, പശു, അതിലേതാണ് കാട്ടുമൃഗങ്ങള്? വെരി ഗുഡ്, ആന. ഓക്കെ, ആന. നെക്സ്റ്റ് വീട്ടുമൃഗം. വീട്ടുമൃഗം ഏതാ? പശു. ആദ്യത്തേല് 2 എണ്ണം ഉണ്ടല്ലേ മക്കളെ? പശുവും പശുവുണ്ട്, പൂച്ചയില്ലേ? ഓക്കെ, അപ്പൊ 2 എണ്ണം ഉണ്ടായില്ല ശരിക്ക്. പൂച്ച, പശു എന്ന് എഴുതിക്കോ. എന്റെ മനസ്സിൽ ആദ്യം പൂച്ച ഉണ്ടായിട്ടു. നെക്സ്റ്റ് സെക്കൻഡ് വൺ എന്തിലാ? അതിലെന്താ? കാള. എന്താ മക്കളെ? മോളിലും താഴെ ഇതുണ്ട്. അല്ല, പശു. അങ്ങനെ അല്ല, അപ്പുറത്ത് തന്നെ സ്ഥലമില്ലേ? ഒരു കോമ ഇട്ടിട്ട് എഴുതിക്കോ. ഇനി കാള, പുലി, കരടി ഏതാണ്? പുലി, കരടി. ഓക്കെ, പുലിയും കരടിയും ഏത്? കാട്ടുമൃഗങ്ങള്. കാള ഏതാണ്? കാള അല്ലെങ്കിൽ പശു അല്ലെ? അപ്പൊ ഏതാണ്? വീട്ടുമൃഗം. അപ്പൊ ഏതാണ് ആദ്യം എഴുതേണ്ടത്? പുലിയും കരടിയും. കോമ എഴുതി, പുലി എഴുതുക, കോമ എഴുതുക, എന്നിട്ട് കരടി എഴുതുക. ഈ റിലു ആബിദൊന്നും എഴുതുന്നില്ലേ? ഉണ്ടോ? കാളാന്നില്ലേ? കാള മാത്രം എഴുതിയാ പോരെ? കാളാന്നോ പശുന്നോ? അതില് പശു അല്ലേ? അല്ല, ഫസ്റ്റില് കാളാന്ന് തന്നെ. കാളാന്ന് എഴുതിക്കോ. കാളാന്നല്ലേ? പശു അല്ല, കാള എഴുതിക്കോ. നെക്സ്റ്റ് പോത്ത്, സിംഹം. വീട്ടിലെ പേരിൽ എഴുതണ്ടല്ലോ. മൂന്നാമത്തെ ഏതാ മക്കളെ? കാട്ടുമൃഗം. മൂന്നാമത്തേല് പോത്ത് അല്ല, സിംഹം. സിംഹം. രണ്ടാമത്തെ വീട്ടുമൃഗം നിലയില് പോത്ത് എഴുതുക. അടുത്തത് കടുവ, എരുമ. അതിലേതാണ് കാട്ടുമൃഗം? കടുവ. നെക്സ്റ്റ് വീട്ടുമൃഗം എരുമ. അൺമ്യൂട്ട് ചെയ്തോ. ഞാനത് എഴുതി കഴിഞ്ഞ് പറയാൻ വേണ്ടിട്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത്ര എഴുതിയില്ലേ? അപ്പൊ മൃഗങ്ങളുണ്ട് ആദ്യത്തെ റോയില്. സെക്കൻഡ് റോയില് നമ്മള് കാട്ടുമൃഗങ്ങളുടെ പേര് എഴുതണം. അടുത്ത റോയില് വീട്ടുമൃഗങ്ങൾ എഴുതണം. അതില് പൂച്ച, ആന, പശു എന്നുള്ളതില് ഫസ്റ്റ് റോയില് ആനയാണ് കാട്ടുമൃഗം. ആനയാണ് കാട്ടുമൃഗം. പൂച്ച, പശു ഏത്? വീട്ടുമൃഗം. നെക്സ്റ്റ് രണ്ടാമത്തെ റോയില് കാള, പുലി, കരടി എന്നാ ഉള്ളത്. അപ്പൊ പുലി മൃഗം. നെക്സ്റ്റ് കാളയും കരടിയും എന്ത്? അല്ലപ്പ, പുലിയും കരടിയും കാട്ടുമൃഗങ്ങള്, കാള വീട്ടുമൃഗം. നെക്സ്റ്റ് പോത്ത്, സിംഹം എന്നുള്ളതില് സിംഹം കാട്ടുമൃഗം, പോത്ത് വീട്ടുമൃഗം. കടുവ, എരുമ എന്നുള്ളതില് കടുവ കാട്ടുമൃഗം, എരുമ വീട്ടുമൃഗം.
ക്ലിയർ ഉണ്ടോ? ഇനി എട്ടാമത്തത്, താഴെ കൊടുത്ത മൃഗങ്ങൾക്ക് പറയുന്ന മറ്റു പേരുകൾ കളത്തിൽ നിന്നും കണ്ടെത്താം. അറിയോ? എന്തെല്ലാണ് പറയുന്നേ? ഗജം. അപ്പൊ ആനാന്ന് എഴുതിട്ട് എന്ത് എഴുതണം നിങ്ങള്? നോട്ടിലേക്ക് എഴുതുമ്പോ എങ്ങനെ എഴുതണം? ആന എന്നിട്ട് ഹൈഫൺ ഇടുക. നോട്ടിലേക്ക് ഇതൊക്കെ പകർത്തി എഴുതണേ. അപ്പൊ ആന, ഗജം, കരി. ഗജം എഴുതുക, കോമ ഇട്ടിട്ട് കരി എഴുതുക. ഗജം കണ്ടു അതില്? കണ്ടോ ഗജം? ഇപ്പൊ മാർക്ക് ചെയ്ത് വെക്കുക. പിന്നീട് അത് എന്ത് ചെയ്യുക? ജോമനും ജൂലും എന്താ പരിപാടി ഇവിടെ? ശ്രദ്ധിക്കുന്നില്ലേ ഇവിടെ? കാണുന്നുണ്ട് കേട്ടോ എല്ലാവരെയും. അപ്പോ ആന, ഗജം, കരി അല്ലെ? ഒന്നാമത്തെ എന്താണ്? മാർക്ക് ചെയ്തോ മക്കളെ? അതിലേക്ക് വരച്ചു കൊടുക്കുവോ? ഗജം, കരി, ജഗം. ഗജം, ഗജം, കരി. ജഗം അല്ല, ഗജം. നെക്സ്റ്റ് വൺ എന്താണ്? മാൻ. മാനിന്റെ ഏതൊക്കെയാണ്? മാനിന്റെ അറിയോ മക്കളെ? ഹരിണം ഒന്നാമത്തത്, ഹരിണം. പിന്നെയോ അടുത്ത റോയിലേക്കോ അടുത്തയിലേക്കോ അല്ലെങ്കിൽ അതിൽ തന്നെ നോക്ക്. സാരംഗം. അടുത്തത് സാരംഗം. മാനിന്റെ പര്യായ പദങ്ങൾ കണ്ടോ? ഫസ്റ്റ് വൺ, ആ മൂന്നാമത്തെ റോയില് ഫസ്റ്റ് വൺ. ഷസിൻ കണ്ടില്ലേ മോനെ? ഈ റോ കണ്ടോ നിങ്ങള്? അതായത് പേജ് നമ്പർ 21 ലാസ്റ്റ് ആണ് ഇപ്പൊ മിസ് പറയുന്നത് അല്ലേ? കണ്ടോ? യെസ്. അതിൽ എട്ടാമത്തെ ഇപ്പൊ എന്താണ്? താഴെ കൊടുത്ത മൃഗങ്ങൾക്ക് പറയുന്ന മറ്റു പേരുകൾ കളത്തിൽ നിന്നും കണ്ടെത്താം. അപ്പൊ ആനക്ക് എന്തൊക്കെ പറയും? ഗജം, കരി. അപ്പൊ നമ്മൾ നോട്ടിൽ എഴുതുമ്പോ എന്ത് എഴുതണം? ആന എഴുതി ഹൈഫൺ ഇട്ടിട്ട് ഗജം എഴുതുക, കോമ ഇട്ടിട്ട് കരി എഴുതുക. കണ്ടോ അത്? ഗജം എന്ന് കണ്ടോ? രണ്ടാമത്തെ കോളത്തില് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലേ? 2 റോ ഇല്ലേ? ഒന്ന് താഴോട്ട് മറ്റൊന്നും കൂടി ഇല്ലേ? അതിൽ ഫസ്റ്റ് വണ്ണിൽ എന്തുണ്ട്? രണ്ടാമത് ഗജം. അതാണ് ആനയുടെ ഒന്നാമത്തെ മറ്റു പേര്. നെക്സ്റ്റ് അടുത്ത വരെ ഇത് കണ്ടോ നിങ്ങള്? ഇവിടെ കണ്ടോ? ഇതില് 1, 2, മൂന്നാമത്തെയാണ് ആനക്ക് നേരെ നിങ്ങൾ രണ്ടാമത് എഴുതേണ്ടത്. കരി. വായിച്ചു നോക്കിയേ, കരി. പിന്നെ രണ്ടാമത് മാനാണ് ഏറ്റവും അല്ലേ? മാൻ. അപ്പൊ മാനിന് ഏതൊക്കെയാണ്? ഹരിണം ഒന്നാമത്തത്. രണ്ടാമത്തെ കോമഡിയിൽ എന്ത് എഴുതണം? സാരംഗം. കണ്ടോ? മൂന്നാമത്തെ റോയില് ഫസ്റ്റ് വൺ സാരംഗം. നെക്സ്റ്റ് എന്താ? സിംഹം. സിംഹത്തിന് എന്താ പറയുക? സിംഹത്തിന് കേസരി അല്ലെ? കേസരി എന്ന് പറയാനുണ്ട് സിംഹം. ഖരി. ഓക്കെ, മനസ്സിലായോ? കണ്ടോ? കഴിയാറായല്ലോ. അടുത്ത ദിവസം ഞാൻ ഒന്നുകൂടി പറയാത് കേട്ടോ. നമുക്കൊരു 1 മിനിറ്റേ ഉള്ളൂ, കട്ടാവും. കേസരി എഴുതിയോ അത്? സിംഹത്തിന്റെ ഇപ്പറുള്ള ഫസ്റ്റ് കോളത്തിൽ എന്താണ്? അത് ഇപ്പുറത്തില്ല കേട്ടടാ മക്കളെ. അത് മൂന്നാമത്തേലാണ്, രണ്ടും ഇല്ല. അത് ലാസ്റ്റ് ആയിട്ട് കണ്ടോ? കേസരിയും ഹരിയും കണ്ടോ? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് പറയാട്ടോ. 1 മിനിറ്റേ ഉള്ളൂ, ഇപ്പൊ കട്ടാവും. നമ്മൾ പറഞ്ഞാലും നമ്മൾ വീണ്ടും പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ അത്ര പേര് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചുവല്ലോ ഇപ്പം പറഞ്ഞത്.
ഓക്കെ, എന്ത് ചെയ്യണം? ഇതിന്റെ അർത്ഥം നെക്സ്റ്റ് നമ്മൾ പറഞ്ഞേ ഏത്? ക്രമം ശരിയാക്കി എഴുതുക, ചൊല്ലുകൾ എഴുതാം, മാതൃക പോലെ നിർ ചേർന്ന് വരുന്ന എതിർപദങ്ങൾ എഴുതാം. അതായത് എതിർപദങ്ങൾ എഴുതിയിട്ട് ഭയം, നിർഭയം, ദോഷം, നിർദോഷം, വികാരം, നിർവികാരം, ഗുണം, നിർഗുണം, അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് മൃഗങ്ങളിലെ ആണിനും പെണ്ണിനും പറയുന്ന പേര്. അപ്പൊ കൊമ്പനാന, പിടിയാന ഹൈഫൺ ഇട്ട് എഴുതുക, അങ്ങനെ എല്ലാം എഴുതുക.